ചേർന്നുവെങ്കിൽ മൃദുരവമായി നിൻ ലയമഞ്ജരി ആ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ. വ്യത്യസ്തതകൾ നിറഞ്ഞ ചിത്രലേഖയുടെ ജീവിത സവാരിയിലേക്കാണ് ഇന്ന് സ്ത്രീശക്തി യാത്ര ചെയ്യുന്നത്. നാട്ടിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ഈ കലാകാരി ഒരു മുൻ അധ്യാപിക കൂടിയാണ്. കിളിമാനൂരാണ് എൻ്റെ സ്ഥലം. ഞാൻ രാജാവർമ്മ തമ്പുരാൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം കൊട്ടാര സ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം രാജാവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. പാട്ടും ഡാൻസ്, മിമിക്രി, മോണാക്ട് എന്നീ ഐറ്റങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ പ്രൈമറി കോഴ്സ് ചെയ്തിട്ട് ഒരു 20 വർഷം പ്രീ പ്രൈമറി ടീച്ചിങ് ഫീൽഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഒരു ഓട്ടോ ഡ്രൈവർ ആവാൻ തീരുമാനിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ കലാപ്രവർത്തനങ്ങളും ഉണ്ട്. നമുക്ക് രാജാവർമ്മ കലാസംഘം എന്ന പേരിൽ രാജാവർമ്മ സ്കൂളുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നിട്ടുള്ള ഒരു സംഘടന നമുക്കുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ ഗാനമേള പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ. കുട്ടിക്കാലത്തെ വീട്ടിൽ എല്ലാവരും പാടും. അച്ഛൻ പാടും, അമ്മ പാടും. എല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ 4 വയസ്സ് മുതലാണ് സ്റ്റേജിൽ 4ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും ഞാൻ പാടിയിട്ട് ഇറങ്ങി. പിന്നെ തുടർച്ചയായിട്ട് സ്കൂളുകളിലും ഓണം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്കൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന ആളായിരുന്നു. ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 7ാം ക്ലാസ്സിലായതിനു ശേഷമാണ് ഞാൻ ശാസ്ത്രീയമായിട്ട് ചെറുതായിട്ട് പഠിച്ചു തുടങ്ങിയത്. 10 വർഷം ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ട്. പക്ഷേ കച്ചേരിയൊന്നും ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനൊന്നുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് ഗാനമേളയിൽ പാടുന്നത് രാജാവർമ്മ കലാസംഘത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ്. പിന്നെ അതുവരെ ലളിതഗാനം, പദ്യപാരായണം അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ അന്ന് ഉദ്ഘാടനം ചെയ്തത് സിനിമാതരൻ ശ്രീ മധുസാറാണ്. അന്ന് ഞാൻ 2 പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. രാജാവർമ്മ കലാസംഘത്തിലെ ഖജാൻജി ആയിരുന്നു ഞാൻ. നമ്മളായിരുന്നു മെയിനായിട്ടെല്ലാം. എങ്കിലും ഒരുപാട് കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ, നല്ല സംഗീതജ്ഞരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് എൻ്റെ നീ പാട് നിനക്കെന്ത്. നമ്മൾ ഒരുപാട് സംഘഗാനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാനായിരുന്നു പഠിപ്പിച്ചത് കൊടുക്കണം. അപ്പോൾ നിനക്കെന്തുകൊണ്ട് ഗാനമേളയ്ക്ക് പാടിക്കൂടാന്നുള്ള അവരുടെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ആദ്യം ഗാനമേള എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. അപ്പോൾ അവർ കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്ത് തന്നു.
നന്നായിട്ട് പാടി എന്ന് വെച്ചാൽ അവർ ഭയങ്കര അവരെ എന്നുള്ള ഒരു അംഗീകാരം എനിക്ക് അപ്പോഴാണ് കിട്ടിയത്. ഒരുപാട് കലാകാരന്മാർ പഠിച്ച ഒരു സ്കൂളാണ് RRV സ്കൂളെന്ന് പറയുന്നത്. തൻ്റെ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡിൽ ആദ്യത്തെ വനിതാ ഓട്ടോ ഡ്രൈവറായി വന്നപ്പോൾ മറ്റുള്ള ഓട്ടോക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമുള്ള നല്ല പ്രോത്സാഹനവും സഹകരണവും തൻ്റെ ആത്മവിശ്വാസത്തെ ഉയർത്തിയതായി ചിത്രലേഖ അഭിപ്രായപ്പെടുന്നു. ഓട്ടോ ഡ്രൈവറായിട്ടും എനിക്ക് അങ്ങേയറ്റം എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ ലേഡി ഓട്ടോ ഡ്രൈവറായിട്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ എനിക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഗാനമേളയായിരുന്നാലും ഞാൻ അത്രയും അടുത്തേ പോയിട്ടുള്ളൂ, ഒരുപാടൊന്നും പോയിട്ടില്ല. എൻ്റെ സഹോദരൻ്റെ കൂടെയൊക്കെയാണ്. അവൻ മിമിക്രി ഫീൽഡിലായതുകൊണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ ഗാനമേള അവതരിപ്പിക്കാൻ പോയിട്ടുള്ളത്. അല്ലാതെ വലിയ ട്രൂപ്പുകളിലൊന്നും പോയിട്ടില്ല. എനിക്കിതുവരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാ ഓട്ടോക്കാരെയും നമ്മൾ കണ്ടിട്ടായാലും ഇതിലേ പോയിട്ടായിരുന്നാലും പരിചയമുള്ളവരാണ് ഒരുപാട് പേര്. കുറേ വലിയ ചേട്ടന്മാരുണ്ട്, കുറേ അനിയന്മാരും ഒക്കെ നമുക്കറിയാമെന്നുള്ള വ്യക്തികളാണ് കൂടുതൽ ഓട്ടോ സ്റ്റാൻഡിലുള്ളത്. അപ്പോൾ അവരൊക്കെ വളരെ സപ്പോർട്ടാണ്. അവർ വളരെ ഇതായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. ഇവിടെ പുതിയ ഓട്ടോ സ്റ്റാൻഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ ലേഡി ഓട്ടോ ഡ്രൈവറായിട്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പം പിന്നെ ഒരു കടയൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും, എനിക്ക് യാത്രകൾ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതൊരു വരുമാനം കൂടെ ആകുമ്പോഴത്തേക്ക് നന്നാവുമെന്ന് തോന്നി. പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊന്നും മാറ്റി വയ്ക്കേണ്ടിയും വരില്ല. മക്കളെ ആവശ്യങ്ങളായാലും അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. എൻ്റെ ഭർത്താവ് കാർപ്പൻ്ററാണ്. ഇപ്പം എറണാകുളത്താണ് ജോലി. കുറച്ച് നാളായിട്ടുള്ളൂ എറണാകുളത്ത് പോയിട്ട്. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 2-3 ആഴ്ചയായിട്ടുള്ളൂ എറണാകുളത്ത് ജോലിക്ക് പോയിട്ട്. ഇനി 2 പെൺമക്കളാണ്. മൂത്തയാൾ ഡിഗ്രി കഴിഞ്ഞു, ഇളയാൾ പ്ലസ് 2 പഠിക്കുന്നു. അവർക്കൊക്കെ വളരെ അഭിമാനമാണ്. അമ്മ ഓട്ടോ ഓടിക്കുന്നതിലൊക്കെ ഭയങ്കര അഭിമാനമാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതിനെന്തമ്മ, നമുക്ക് അന്തസ്സല്ലേ അമ്മ, ജോലി ചെയ്തല്ലേ അമ്മ ജീവിക്കുന്നത് എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഭർത്താവും നല്ല സപ്പോർട്ടാണ്. എനിക്കിത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം രാത്രിയൊന്നും പോകാറില്ല. പിന്നെ സന്ധ്യയാകുമ്പോൾ ഞാൻ വീട്ടിലിടും, പിന്നെ വണ്ടി കൊണ്ടിടും. പിന്നെ അറിയാമെന്നുള്ളവരൊക്കെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ കൃത്യമായിട്ട് ഞാൻ പോവും അറിയാമെന്നുള്ളവർ. പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടിടാറില്ല. പിന്നെ മക്കളും ഒക്കെ തനിച്ചേ കാണുള്ളൂ. അതുകൊണ്ട് വീടൊക്കെ തൊട്ടടുത്താണെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടും വൈകിട്ട് വരും. അറിയാമെന്നുള്ളവരൊക്കെ വിളിച്ചാൽ ഓട്ടം പോവുകയും ചെയ്യും. ഞാൻ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വർഷം, 10-22 വർഷമായിട്ട് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുമായിട്ടനുബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ഓട്ടോ എടുത്തതിന് ശേഷം അല്പം സമയക്കുറവുണ്ടെങ്കിലും അതുവരെ എല്ലാം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം സാമൂഹ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തനം ഞാൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അയൽക്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ അല്ലാതെ പഞ്ചായത്ത് തലം, വാർഡ് തലം അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളും സംഘടിപ്പിക്കുകയും അതിൽ ആളുകളെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രീ പ്രൈമറി ടീച്ചറും കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് എന്നെ അവിടെ നമ്മുടെ സ്കൂളിൽ വെച്ചായിരുന്നു അതിൻ്റെ കലാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ RK വർമ്മ സാറാണ് എന്നെ ഇതിൻ്റെ സംഘാടകത്തിൽ ഖജാൻജിയാക്കിയത്. അപ്പോൾ സാറിന് ഒരു വിശ്വാസമുള്ളത് കൊണ്ട് എന്നെ ആക്കിയതായിരുന്നു. സാർ കൊച്ചിലോട്ട് എന്നെ കാണുന്നതല്ലേ. നമുക്ക് അന്തസ്സുള്ള ഏത് ജോലി നമുക്ക് ചെയ്ത് ജീവിക്കാമല്ലോ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, അത് ചെയ്തുകൂടാ ഇത് ചെയ്തുകൂടാ എന്നല്ല. നമുക്ക് മനസ്സിന് പിടിക്കുന്ന, നമുക്ക് സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് തൊഴിലും നമുക്ക് ചെയ്യാം. മുമ്പ് ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. സ്കൂൾ തലത്തിലൊക്കെ അവസരത്തിനായിട്ട് പഠിപ്പിച്ചിട്ട് സബ് ജില്ല വരെയൊക്കെ പോയിട്ടുണ്ട്, പാട്ടിനായാലും ഡാൻസിനായാലും. പിന്നെ 3ാം ക്ലാസ് തൊട്ട് മിമിക്രി മോണാക്റ്റൊക്കെ ചെയ്യുമായിരുന്നു.
അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിമിക്രി പൂർണ്ണമായിട്ട് രാജീവിലോട്ട് സഹോദരനിലോട്ട് മാറി. അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ, അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ട്, മുൻനിരയിലോട്ട് വരണം എന്ന് എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ട്. അവരുടെ സാഹചര്യം സമ്മതിക്കാത്തതുകൊണ്ടാണ് അവർക്ക് പറ്റാത്ത. അല്ലാതെ സമൂഹത്തിൽ അങ്ങനെ ഒരു ചട്ടക്കൂടൊന്നും ഇപ്പം ഉള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അവരുടേതായ കാര്യങ്ങൾക്കുള്ള വരുമാനം കണ്ടെത്തണം എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. എനിക്ക് ഒരുപാട് സപ്പോർട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ഉണ്ട്. അതുപോലെ നല്ലത് തന്നെ മോളെ, ഇങ്ങനെ അത് തന്നെ നല്ലത്, ഇതിലൊന്നും ഒരു മോശം വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് ഒരുപാട് പേര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് ഇത് പ്രചോദനമാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ 10-20 വർഷം ഞാൻ ഒരു പ്രീ പ്രൈമറി ടീച്ചറായിട്ടൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഓട്ടോ ഡ്രൈവറായിട്ടൊക്കെ ഇറങ്ങിയപ്പം ചെറിയ ഒരു അമ്പരപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഇപ്പം മാറി, ഇപ്പോഴൊക്കെ എല്ലാവർക്കും മാറി. ഇപ്പം എല്ലാവർക്കും ഒരു അഭിമാനത്തോടെ ഉള്ളൊരു നോട്ടമാണ് എല്ലാവരും. മുമ്പ് അമ്പരപ്പായിരുന്നു അവർക്കൊക്കെ, എന്നുള്ളൊരു മട്ടായിരുന്നു. ഇപ്പം എല്ലാം മാറി, എല്ലാവരും ഓക്കെ ആയി. കുട്ടിക്കാലത്തെ അവർ വീട്ടു ജോലികളിലൊക്കെ എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാനില്ലെങ്കിലും അവർ നോക്കാനൊക്കെ അറിയാം. പിന്നെ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടൊക്കെ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊന്നും അന്നും ഇന്നും ഇല്ല. അവരൊക്കെ ചെറുതായിരുന്നപ്പോഴേ, അതിന് മുമ്പേ, എൻ്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ ടീച്ചറായിരുന്നു. പിന്നെ അത് മതിയാക്കിയിട്ടൊന്നുമില്ല. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നതായതുകൊണ്ട് അവരെ ഞാൻ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ വീട്ടമ്മ, അമ്മ, അവർക്ക് ആ സാമീപ്യം ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നിട്ടുണ്ട്. ആവശ്യങ്ങൾ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യങ്ങൾക്ക് അപ്പോഴപ്പോഴും ഓടി വരാം. അവർ അത്യാവശ്യങ്ങൾക്കൊക്കെ വരാൻ പറ്റും. ഒരുപാട് എനിക്ക് രൂപത്തിൽ വലിയ മാറ്റമൊന്നും വരാത്തതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഞാൻ ചെല്ലുമ്പോഴത്തെ UKG പഠിപ്പോൾ അവർക്ക് നല്ല നല്ല നിലയിലാണ്. എല്ലാവരും വലിയ വലിയ കുട്ടികളായി ഇപ്പോൾ എല്ലാവരും. അപ്പോൾ അവർക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഒക്കെ എന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്കൊക്കെ വലിയ കാര്യമാണ്. അവർക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. അങ്ങനെയുള്ള ടീച്ചറാ എന്നുള്ള ഇതിൽ എല്ലാവരും സഹകരിക്കാറുണ്ട്, എല്ലാവരും അടുത്ത് വരാറുണ്ട്. അതൊരു നല്ല അനുഭവമാണ്. ടീച്ചിങ് എപ്പോഴായാലും അത് നല്ലൊരു അനുഭവം തന്നെയാണ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. ഞാൻ ഒരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പിന്നെ കൂടുതൽ അഭിപ്രായമൊന്നും ചോദിക്കാറില്ല. പിന്നെ ഈ ഓട്ടോ എടുക്കുന്ന തീരുമാനം എടുത്തപ്പോഴത്തേക്ക് ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി എല്ലാവരോടും ചോദിച്ചു എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ല തീരുമാനം തന്നെ എന്നുള്ള ഇതായിരുന്നു. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഓട്ടോ ഡ്രൈവറായും കലാപ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് ഇതുപോലെ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, വലിയ വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ സത്യത്തിൽ അതിനു വേണ്ടി ഒരുപാടൊന്നും ശ്രമിച്ചിട്ടില്ല. അതാണ് വിഷയം. ഒരുപാടൊന്നും കലാപ്രവർത്തനത്തിന് വേണ്ടി ഒരുപാടൊന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട്
അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ. എൻ്റെ ആത്മരാഗം കേട്ടു നിന്നു വരുമെന്നൊരു കുറിമാനം തന്നു നാഥൻ. വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. ഇപ്പം സാഹചര്യങ്ങൾ ഇപ്പം അനുകൂലമാണ്. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാം. അല്ല, നമ്മൾ നമ്മുടെ കഴിവുകൾ മുമ്പോട്ട് കൊണ്ടുവരണം. വന്നാലേ നമുക്കൊരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ. ഓരോ വ്യക്തിക്കും ഒരു ആത്മസംതൃപ്തി വേണ്ടേ. അപ്പം നമുക്ക് കലയുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. നമ്മൾ ഒരു സാഹചര്യത്തിൻ്റെ പേരിലും അത് മാറ്റി വയ്ക്കരുത്. നമ്മുടെ കഴിവുകൾ കൊണ്ടുവരാൻ പറ്റിയ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെയൊന്നും ചെറിയ കാലത്തൊന്നും അതിനൊന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ളൊരു വിഷയമില്ല. അവർക്ക് എന്തിനുമുള്ള സാധ്യതകൾ മുമ്പോട്ട് തുറന്നു തന്നെ കിടക്കുകയാണ്.